ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാൽ ആദ്യം ഇതേപോലെ ഒരു റൗണ്ട് വരച്ചിട്ട് അതിന് 4 ഔട്ട്ലൈൻ കൊടുക്കുക. അതിന്റെ ഏറ്റവും മേലുള്ള ഔട്ട്ലൈനുമേ ഈ റാൻഡ് ഷേപ്പിലുള്ള പെറ്റൽസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് മേലെ ഇതുപോലെ 2 ഔട്ട്ലൈൻസ് വരച്ചു കൊടുക്കുക. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം അതിന്റെ ഉള്ളിലുള്ള ഈ ഒരു സ്പേസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം അതിന്റെ ഏറ്റവും മേലുള്ള ഔട്ട്ലൈനുമേ ഹംസ് വരച്ചു. ഹംസ് വരച്ചതിന് ശേഷം അതിന്റെ സെന്റർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെ 4 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ലൈനുമൊക്കെ ഇതേപോലെ റാൻഡ് ഷേപ്പിൽ 4 ലൈൻസ് വരച്ചു കൊടുക്കുക. ആദ്യം ഏറ്റവും മേലത്തെ ലൈൻ വരക്കുക, എന്നിട്ട് പിന്നെ അതിന്റെ ഉള്ളുക്കാക്കിയിട്ട് 3 ലൈൻസും കൂടി വരച്ചു കൊടുക്കുക. അങ്ങനെ 4 സൈഡിലും വരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈൻസിന്റെ ഒക്കെ ഏറ്റവും മേലെ ഭാഗത്തായിട്ട് റാൻഡ് ഷേപ്പിൽ തന്നെ ഹംസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിന്റെയൊക്കെ മേലെ ഇതുപോലെയുള്ള ഔട്ട്ലൈൻസ് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വരുന്ന ഗ്യാപ്സിലൊക്കെ ആദ്യം സ്പൈറൽ വരച്ചു കൊടുക്കുക. സ്പൈറൽ വരക്കുമ്പോൾ ചെറുതാക്കി വരക്കാനായിട്ട് നോക്കുക. അതിനുശേഷം സ്പൈറലിമേ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക കേട്ടോ. 2 സൈഡിലും ടിയർ ഡ്രോപ്പ് കൊടുത്തിട്ട് സെന്റർ ഭാഗത്ത് ഇതേപോലെ പെറ്റലിന്റെ ഷേപ്പും കൊടുക്കുക. വരച്ചതിന് ശേഷം താഴെയുള്ള ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ 2 ഔട്ട്ലൈൻസ് കൊടുക്കുക. അങ്ങനെ എല്ലാത്തുമ്മേ വരച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ഇതേപോലെയുള്ള ലീഫ് വെച്ചിട്ട് ഫില്ല് ചെയ്തു. സെന്റർ ഭാഗത്തെ ലീഫ് നല്ല ഹൈറ്റിൽ 2 സൈഡിൽ അതൊക്കെ ഒന്ന് ഹൈറ്റ് കുറഞ്ഞിട്ടും വേണം വരച്ചു. അപ്പൊ ഈ പറഞ്ഞ പോലൊക്കെ വരച്ചാൽ ഇതുപോലെ ഒരു ഡിസൈൻ കിട്ടും. ഇനി നമുക്ക് ഫിംഗറിലുള്ള ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കാം. ആദ്യം ഇതുപോലെ 2 ഔട്ട്ലൈൻസ് എല്ലാ ഫിംഗേഴ്സിലും വരച്ചെടുക്കുക. അതിനുശേഷം അതിന്റെ ഏറ്റവും താഴത്തെ ലൈനിൽ ഇതുപോലുള്ള ഹംസ് ഇങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും വരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം അതിനൊക്കെ ഇതുപോലുള്ള ഔട്ട്ലൈൻസ് വരച്ചു. ശേഷം കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇതുപോലെ ലൈൻസ് വരച്ചെടുക്കുക. ആ ലൈൻ വരച്ചതിന്റെ താഴെ വീണ്ടും ഹംസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇതേപോലെ വീന്റെ ഷേപ്പിൽ 2 ലൈൻസ് വരച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ സ്പൈറൽ വരച്ചിട്ട് നമ്മൾ ആ ഫ്ലവറിന്റെ ഉള്ളിൽ ചെയ്ത സെയിം ഡിസൈൻ തന്നെ ഇവിടെ വരച്ചു കൊടുക്കും. അതിനുശേഷം അതിന്റെ ഏറ്റവും താഴെയുള്ള ലൈനുമേ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിന്റെ അറ്റത്തൊക്കെ ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കുക. ലീഫ് വരച്ചെടുത്തതിന് ശേഷം ഈ ക്യാപ്പിന്റെ ഉള്ളൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടിപൊളി ഡിസൈൻ കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ വരച്ച ഡിസൈനിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ.